പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഫായിദ്. സംസ്ഥാനത്ത് ഈ ആഴ്ചയിൽ ഉയർന്ന താപനില. യെല്ലോ അലർട്ട് തുടരും. റാഗിംഗ് നിരോധന നിയമം പരിഷ്കരിക്കണം. കർമ്മസമിതി ഉണ്ടാക്കണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി. ഷഹബാസിന്റെ ഫോൺ പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചു. കുറ്റാരോപിതരുടെ ചാറ്റുകൾ ലഭ്യമാക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടു. ക്രിക്കറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ ഞായറാഴ്ച. MTQ വാർത്തകൾ വായിക്കുന്നത് ജിനാൻ ജഫർ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി മിർസ ഫാത്തിമ 30 ദിവസം പൂർത്തിയാക്കിയ ഹാഫിളത്തായി. കുടുംബാംഗങ്ങളും വിദ്യാർത്ഥികളും MTQ മാനേജ്മെന്റും പ്രോഗ്രാമിൽ പങ്കെടുത്തു. വൈവിധ്യങ്ങളായ പരിപാടികളുമായി റമദാനിനെ വരവേറ്റ് MTQ വിദ്യാർത്ഥികൾ. തറാവീഹിന് നേതൃത്വം നൽകിയും അസർ നമസ്കാര ശേഷം ഖുർആൻ ടോക്ക് നടത്തിയും ഡെയിലി സ്റ്റാറ്റസ് വീഡിയോ ചെയ്തും കുട്ടികളുടെ ആവേശം ക്യാമ്പസിൽ നിറഞ്ഞു നിൽക്കുന്നു. കേരള വിഷൻ ചാനലിൽ MTQ വിദ്യാർത്ഥികളുടെ ഖുർആൻ പാരായണം ടെലികാസ്റ്റിംഗ് ആരംഭിച്ചു. കൂടുതൽ വിശേഷവുമായി വീണ്ടും കേൾക്കാം. ശുഭദിനം. അസ്സലാമു അലൈക്കും. MTQ FM റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ റമദാനിന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ, കൂടുതൽ ഇബാദത്തുകളുമായി ജനലക്ഷങ്ങൾ. പരിശുദ്ധ മക്കയിൽ നിന്നും റമദാൻ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു MTQ ചെയർമാൻ MT മുഹമ്മദ് സർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഅബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, MTQ കുടുംബാംഗങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിശുദ്ധ റമദാൻ്റെ ദിനങ്ങളിൽ മക്കയിൽ അള്ളാഹുവിൻ്റെ ഭവനമായ ഹറമിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർക്കുന്നത്. ഹറം പള്ളിയും പരിസരവും നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. റമദാനിൽ ഹറമിൻ്റെ പരിസരം ഓരോ നമസ്കാരത്തിനും വേണ്ടി പൂർവാധികം ജനനിബിഡമാകുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഓരോ നമസ്കാരങ്ങളുടെയും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങും. വിശാലമായ പള്ളിയുടെ അകത്തളങ്ങൾ നിറഞ്ഞു കവിഞ്ഞാൽ പിന്നെ ജനങ്ങളെ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിലുള്ള നിശ്ചിത സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ നയിക്കും. മുകളിൽ നിന്ന് നോക്കിയാൽ നിറഞ്ഞു കവിഞ്ഞ പള്ളിയും പരിസരവുമാണ് നമുക്ക് കാണാൻ കഴിയുക. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. ഭക്തിയുടെ നിറവിൽ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ നിന്നും കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് ഉയരുന്ന തേങ്ങലുകളും കണ്ണിൽ നിന്നും നിർഗളിക്കുന്ന കണ്ണീർ തുള്ളികളും ചേർന്ന് പാപമോചനത്തിൻ്റെ ഒരു മഹോൽ സൃഷ്ടിക്കപ്പെടുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. മനുഷ്യർ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് അവരുടെ കഷ്ടപ്പാടുകളുടെ ഭാണ്ഡങ്ങൾ കെട്ടഴിക്കുമ്പോൾ, വേദനകളുടെ നെരിപ്പോടുകൾ തുറന്നു കാട്ടുമ്പോൾ, പാപങ്ങളുടെ കറകൾ കണ്ണുനീര് കൊണ്ട് കഴുകി തുടക്കുമ്പോൾ, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ കാരുണ്യവാനായ അള്ളാഹുവിന് അവ സഫലീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹു ഏറ്റവും പുറത്തു കൊടുക്കുന്നവനാണ്, പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. MTQ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. MTQ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി നമ്മുടെ എല്ലാ കുട്ടികളും ഏറ്റവും ഭംഗിയായി പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ള് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ ദുനിയാവും ആഖിറവും നന്നാകാൻ വേണ്ടി, MTQ കുടുംബത്തിലെ എല്ലാ രക്ഷിതാക്കൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി, സ്ഥാപനത്തിൻ്റെ ജീവനക്കാർക്കും മാനേജ്മെൻറ്റിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി, ഏറ്റവും പ്രധാനമായി ഈ പരിശുദ്ധ ഭൂമിയിൽ വന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എല്ലാവരും എത്തിച്ചേരുകയും ഉംറയും ഹജ്ജും നിർവഹിക്കാൻ വേണ്ടി
നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മക്കയിൽ നിന്നും മദീനയിലേക്ക് പോവുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ അവിടെ വെച്ചും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മലേഷ്യയിൽ നിന്നും റമദാൻ വിശേഷങ്ങളുമായി MTQവിന്റെ ഉമ്മച്ചി വഹീദ മാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മലേഷ്യയിൽ നിന്നാണ്. മലേഷ്യയിൽ ഇവിടെ റമദാനിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ ഈ റമദാനിൽ മലേഷ്യയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നോമ്പ് തുറ, ഇബാദത്ത് ചെയ്യാൻ കൂടുതൽ ടൈം കിട്ടൽ എല്ലാം തന്നെ എന്നിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കി. അൽഹംദുലില്ലാ. ഇന്ന് ഇവിടെ റമദാൻ 5 ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്ത പള്ളികളിലായിട്ട് നോമ്പ് തുറക്കാനും തറാവി നമസ്കരിക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടി. അൽഹംദുലില്ലാ. ഇവിടുത്തെ അനുഭവങ്ങൾ വളരെ രസകരമാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. അസർ നമസ്കാരത്തോട് കൂടി തന്നെ പള്ളികളൊക്കെ സജീവമാവുകയാണ്. ഫാമിലി അടക്കം എല്ലാവരും പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നു. അവരുടെ സന്തോഷം പരസ്പരം പങ്കിടുന്നു. ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ഒക്കെ പരസ്പരം സ്നേഹങ്ങൾ കൈമാറുന്നത് കാണാം. ഒരു രസകരമായ കാഴ്ചയാണത്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ടൈം വെച്ച് നോക്കുമ്പോൾ 2.5 മണിക്കൂർ മുമ്പിലാണ് മലേഷ്യയിലെ ടൈം. സുബീൻ്റെ ടൈം 6:18 മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് 7:30 പള്ളികളിൽ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് സമയം ഭക്ഷണത്തിന് കൊടുക്കുന്നുണ്ട്. ജമാഅത്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സമാധാനത്തോടു കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. തറാവി നമസ്കാരം മിക്ക പള്ളികളിലും 22 റക്കാത്താണ്. ഒരു പള്ളിയിൽ പോയപ്പോൾ അവിടെ 11 റക്കാത്താണ് ഉണ്ടായിരുന്നത്. ഈ 22 റക്കാത്തുള്ള പള്ളികളിൽ തന്നെ 8 റക്കാത്ത് കഴിയുമ്പോൾ കുറേ ആളുകൾ പിരിഞ്ഞു പോകുന്നത് കാണാം. ചിലർ അവിടെ തന്നെ നിന്ന് 3 റക്കാത്ത് വിത്ർ നമസ്കരിക്കുന്നതും കാണുന്നുണ്ട്. എന്തായാലും ഈ റമദാൻ ഇവർക്ക് മലേഷ്യക്കാർക്ക് നല്ല ഉത്സവകാലം തന്നെയാണ്. ടൗണുകളും സ്ട്രീറ്റുകളും മാളുകളും ഒക്കെ വളരെ മനോഹരമായി ഡെക്കറേറ്റൊക്കെ ചെയ്ത് നല്ല രസകരമായ കാഴ്ച. പിന്നെ ഇബാദത്തൊക്കെ ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ പള്ളികളിൽ തന്നെ എല്ലാ ഭക്ഷണങ്ങളും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. വെള്ളം, കാരക്ക, ജ്യൂസ്, ഫ്രൂട്ട്സ്, സ്നാക്സ്, മെയിൻ ഫുഡുകളൊക്കെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ തറാവി കഴിഞ്ഞാൽ വേറെയും ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് കാണുന്നുണ്ട്. ചിലർ വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിക്കുന്നുമുണ്ട്. എന്തായാലും എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ എനിക്ക് കൗതുകമുണ്ടാക്കിയ വേറൊരു കാഴ്ച, ഇവിടെ ചില പള്ളികളിൽ 8 റക്കാത്ത് നമസ്കരിക്കുന്നവരുടെ കാറ് പാർക്ക് ചെയ്യാനും 22 റക്കാത്ത് നമസ്കരിക്കുന്നവരുടെ കാറ് പാർക്ക് ചെയ്യാനും വ്യത്യസ്തമായി ബോർഡ് വെച്ചിട്ട് തന്നെ സ്ഥലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും എല്ലാം കൊണ്ടും ഇവിടെ ഒരു ഉത്സവം കാലം തന്നെ. എന്നെ വളരെയധികം സന്തോഷവും കൗതുകവും ഒക്കെ ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ റമദാൻ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും സമയം കിട്ടി. അൽഹംദുലില്ലാ. ഇനിയും പടച്ചോൻ അത് കബൂലാക്കട്ടെ. ഇനിയും ഒരുപാട് നല്ല ഇബാദത്തുകൾ ചെയ്യാൻ പടച്ചോൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? പാടുന്നത് ഹിഫ്ള് അധ്യാപിക അഫ്ന മുഅല്ലിമ. شكرا لك ربي حمدا لك ربي أحييت روحي
وأنرت قلبي شكرا لك ربي حمدا لك ربي أحييت روحي وأنرت قلبي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي. വ്യത്യസ്ത കഴിവുകളുള്ളവർ നമുക്കിടയിലുണ്ട്. തന്റെ ശബ്ദം കൊണ്ട് മിമിക്രി അവതരിപ്പിക്കുന്നു 7ാം ക്ലാസ് വിദ്യാർത്ഥി ഹൈസം. ആദ്യമായി നമ്മുടെ വീട്ടിൽ കാണുന്ന ലവ് ബേർഡ്സിന്റെ സൗണ്ട്. അടുത്തതായി നമ്മളെല്ലാവരും കാണുന്ന പൂച്ചയുടെ സൗണ്ട്. അടുത്തതായി ഒരു കാർ വേഗത്തിൽ അടുത്തൂടെ പോകുന്ന സൗണ്ട്. അടുത്തതായി പോത്തിന്റെ സൗണ്ട്. അടുത്തതായി ഒരു പ്രാർത്ഥനയും അർത്ഥവും. സംസാരിക്കുന്നത് ഹാഫിൽ ബന്ന ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൻസാരി സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ നമസ്കാര ശേഷവും ഈ പ്രാർത്ഥന നിർവഹിക്കണമേ മുആദ് ബിൻ ജബൽ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്യുകയാണ്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെങ്കിലും അതിൻ്റെ അർത്ഥ ആശയ തലങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കുവാൻ, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യുവാൻ, വഹുസ്നി ഇബാദത്തിക്, നിന്നെ നല്ല രീതിയിൽ ഇബാദത്തുകൾ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മുടെ നമസ്കാര ശേഷമുള്ള ദിക്റുകളിൽ ഈ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 വലിയ കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിനെ ഓർക്കുവാൻ. അള്ളാഹു എന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാകുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അളവറ്റ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ദാസന്മാരായി മാറുവാൻ നാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. മൂന്നാമതായി വഹുസ്നി ഇബാദത്തിക്, നിന്നെ നല്ല രീതിയിൽ ഇബാദത്തുകൾ ചെയ്യുവാൻ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം, ആ ആരോഗ്യത്തിന് നല്ല രീതിയിൽ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുവാനും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ അളവറ്റ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് നാം എന്ത് തിരിച്ചു നൽകി എന്നുള്ള ഓർമ്മ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. മനോഹരമായ പാട്ടുമായി ഇതാ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷെൻസാപ്പി. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. കൽബിച്ചു റബ്ബെനിക്കേകിയ മലർമുത്ത്, കൽബിന്റെ കണ്ണെ ഉറങ്ങുറങ്ങ്. കൽബിച്ചു റബ്ബെനിക്കേകിയ മലർമുത്ത്, കൽബിന്റെ കണ്ണെ ഉറങ്ങുറങ്ങ്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കേൾക്കാം. ഗുഡ് ബൈ. Stay tuned on MTQ FM Radio. Goodbye.